Money Box. Be financially disciplined. Hello everyone. Are mutual funds risky? Mutual funds ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണോ? പലരുടെയും മനസ്സിൽ ഉയരുന്ന രണ്ട് ചോദ്യങ്ങളാണ്, സംശയമാണ്. നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം. മ്യൂച്വൽ ഫണ്ട്സ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ്, ബെനിഫിറ്റ്സ്, ഇതൊക്കെ മുൻ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. മ്യൂച്വൽ ഫണ്ട്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെയും പോകുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലേക്കാണ്, അഥവാ മൂലധന വിപണി. സോ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ് എന്നതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അത് കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, നല്ലൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. മ്യൂച്വൽ ഫണ്ട്സ് തീർച്ചയായിട്ടും ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ്. അതിൽ തന്നെ ഇക്വിറ്റി ഓറിയന്റഡ് സ്കീംസ് ആണ് യങ് മിഡിൽ ഏജ്ഡ് ഇൻവെസ്റ്റർ കാറ്റഗറിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫോർ വെൽത്ത് ക്രിയേഷൻ. നമ്മൾ എല്ലാവരും ഓരോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്, തങ്ങളുടേതായിട്ടുള്ള മേഖലകളിൽ എക്സ്പേർട്സ് ആണ്. നമുക്കൊക്കെ ഒരു നല്ല ഏർണിങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവണം. നമ്മളുടെ ഈ ഏർണിങ്സ് ഒക്കെ, അല്ലെങ്കിൽ ഏർണിങ്സിൽ നിന്ന് മിച്ചം കിട്ടുന്ന ഈ സേവിങ്സ് ഒക്കെ എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എവിടെ പാർക്ക് ചെയ്യും? ഒരു നോർമൽ മിഡിൽ ക്ലാസ് പേഴ്സണ് മുന്നിൽ ഒത്തിരി ഓപ്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പല അസറ്റ് ക്ലാസ്സുകളുണ്ട്. അതിൽ ഏറ്റവും സേഫസ്റ്റ് അല്ലെങ്കിൽ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അല്ലെങ്കിൽ അസറ്റ് ക്ലാസ് ആണ് ബാങ്ക് FDs അഥവാ ഫിക്സഡ് ഡിപ്പോസിറ്റ്സ്. ബട്ട് അതിൽ നിന്ന് എത്ര റിട്ടേൺ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഇപ്പോൾ കറണ്ട് FD റേറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 4.9 to 5.5 ഉള്ളിലാണ് നിൽക്കുന്നത്. ഈ ഒരു 5% ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ഗ്രോത്ത്, നിങ്ങളുടെ സേവിങ്സിന് അല്ലെ നിങ്ങളുടെ ഹാർഡ് ഏൺ മണിക്ക് ഒരു നല്ല ഗ്രോത്ത് കിട്ടുമോ? ഇന്ത്യയുടെ ആവറേജ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് തന്നെ 6% ആണ്. സോ ആക്ച്വലി നിങ്ങളുടെ വെൽത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് എന്ന് പറയുന്നത് ഒരു FD ഇട്ട് കഴിഞ്ഞാൽ ഗ്രോ ചെയ്യുന്നില്ല. മേ ബി അതിന്റെ വാല്യൂ ഒക്കെ നിലനിർത്തുവാനായിട്ട് സാധിക്കുമായിരിക്കും. ഇനി നിങ്ങൾക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, അതും ഒരു ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ അസറ്റ് ക്ലാസ് ആണ്. ഗ്ലോബലി തന്നെ കൺസിഡർ ചെയ്യുന്ന അസറ്റ് ക്ലാസ്സുകളിൽ രണ്ടെണ്ണമാണ് ഇത്. പക്ഷെ ഇത് രണ്ടും ഹൈലി ഇല്ലിക്വിഡ് ആയിട്ടുള്ള രണ്ട് അസറ്റ് ക്ലാസ്സുകളാണ്. ഈ രണ്ട് അസറ്റ് ക്ലാസിന്റെയും ആ ഒരു വലിയൊരു റാലിയൊക്കെ ഏതാണ്ട് അവസാനിച്ചു എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഗോൾഡ് എന്ന് പറയുന്നത് 1985 മുതൽ ഇന്ന് വരെ നോക്കിയാൽ ഏതാണ്ട് 8% ആണ് ആനുവലൈസ്ഡ് റിട്ടേൺ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, അതിൽ തന്നെ ഇതിനകത്ത് ലിക്വിഡിറ്റി മുന്നേ പറഞ്ഞ പോലെ തന്നെ വളരെ പുവറാണ്. ലിക്വിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് വീണ്ടും അതിൻ്റെ അകത്ത് ലോസ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവുന്നത്. നമ്മൾ ഈ മാർക്കറ്റ് റേറ്റിൽ കാണുന്ന ഗോൾഡിന്റെ പ്രൈസ് ഒന്നും നമ്മൾ വിൽക്കാൻ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും കിട്ടത്തില്ല, പ്രത്യേകിച്ച് ഇത് ബിൽഡ് ആണ് എങ്കിൽ. അപ്പോൾ പലരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, ഈ അടുത്ത കാലത്ത് ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് റാലി ഉണ്ടായിട്ടില്ലേ ഗോൾഡിലെന്ന്? തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ക്ലാസിന് പ്രത്യേകതയുണ്ട്. അതൊരു സേഫ് ഹാവൻ അസറ്റ് ആണ്, അഥവാ വളരെ സുരക്ഷിതമായിട്ടുള്ള അസറ്റ് ആയിട്ട് ഗ്ലോബലി കൺസിഡർ ചെയ്യുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ്. ഇത് ഒരു ലോകത്ത് ആകമാനം തന്നെ ഒരു എക്കണോമിക് ഒരു ഡോൾഡ്രംസ് ഒക്കെ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീക്ക്നെസ്, ഒരു ഡിപ്രഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ ഒരു സേഫ് അസറ്റ് ക്ലാസ് ആയിട്ട് ഈവൻ ഗവൺമെന്റ്സ് വരെ ഇൻവെസ്റ്റ്മെന്റ്സ് പാർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ബൈ ചെയ്യുന്നു ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആണ് ഗോൾഡ്. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു നാച്ചുറൽ അസറ്റ് ക്ലാസിന്, ഒരു മെറ്റലിന് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നോർമൽ പേഴ്സൺ, ഇതുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യാത്ത ഒരു പേഴ്സൺ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിയാണ്, ഒരു വളരെ ചെറിയ കാലയളവിൽ ഹ്യൂജ് റാലി ഗോൾഡിൽ അടുത്തിടെ ഉണ്ടായി. പക്ഷേ ഗോൾഡില് ഇതിന് മുന്നേ ഉള്ള ഈ ഒരു റാലി ഉണ്ടായത് 2011-12. നിങ്ങളുടെയൊക്കെ വിരൽത്തുമ്പിൽ നിങ്ങൾക്ക് ഗോൾഡിന്റെ ഒരു പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ചാർട്ടൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. 2011-12 ഗോൾഡിന്റെ പ്രൈസ് $1,900 പെർ ഔൺസ് വരെയൊക്കെ വന്നായിരുന്നു. അന്നും ഈ പറഞ്ഞ ഒരു 2009 ആ റിസഷന്റെ ഭാഗമായിട്ടാണ് ആ ഒരു ഗോൾഡ് പ്രൈസും ഹ്യൂജ് റാലി ഉണ്ടായത്. പക്ഷേ 2012 ശേഷം നിങ്ങൾ 2015, 16, 17 ഒക്കെ എടുക്കുമ്പോൾ ഈ 2012 ഇതേപോലെ ഒരു പീക്ക് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ അവസ്ഥയും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഏതാണ്ട് $1,100 പെർ ഔൺസ് വരെ ഗോൾഡിന്റെ റേറ്റിൽ ഒരു ഹ്യൂജ് ഫോൾ തന്നെ ഉണ്ടായി. അവിടെ നിന്നാണ് വീണ്ടും ഇത് $1,900 അല്ലെങ്കിൽ $2,000 വരെയാണ് ഇപ്പോൾ ഈ അടുത്തിടെ ഏറ്റവും ഹൈ വന്നത്. സോ ഇതിൽ നിന്ന് ആര്
എന്ത് റിട്ടേൺ ഉണ്ടായി? ഹ്യൂജ് വോളറ്റാലിറ്റി ഗോൾഡ് എന്ന അസറ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടു എന്നുള്ളതല്ലാതെ ഇതിനകത്തൊന്നും ടൈം ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് 1985 മുതൽ ഇന്ന് വരെ ഏതാണ്ട് 7.5 അല്ലെങ്കിൽ 8% മാക്സിമം ആണ് ആനുവലൈസ് റിട്ടേൺ ഗോൾഡ് എന്ന അസറ്റ് ക്ലാസ്സിൽ നിന്നും കിട്ടിയത്. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇല്ലിക്വിഡ് അസറ്റ് ക്ലാസ്സുമാണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റും ഇതിൽ നിന്നും വിഭിന്നമല്ല. ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് പേഴ്സണിന് പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസ് അല്ല റിയൽ എസ്റ്റേറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ തീർത്തും ഇല്ലിക്വിഡ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ്സുമാണ്. അതുപോലെ തന്നെ എന്റെ അഭിപ്രായത്തിൽ റിയൽ എസ്റ്റേറ്റിന്റെ ആ ഒരു ബൂമൊക്കെ തീർത്തും അവസാനിച്ചു. അതിന്റെ പ്രധാന കാരണവും ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം ഇന്ന് ഇന്ത്യയിൽ അൺഅക്കൗണ്ടഡ് മണിയുടെ ഫ്ലോ വളരെ വളരെ കുറവാണ്. പോസ്റ്റ് ഡിമോണിറ്റൈസേഷൻ അതുപോലെ തന്നെ ടാക്സ് കംപ്ലയൻസ് വളരെ സ്ട്രിക്റ്റ് ആക്കിയതിനു ശേഷം പിന്നെ മറ്റെന്ത് അസറ്റ് ക്ലാസ്സിലാണ് നമ്മളുടെയൊക്കെ ഹാർഡ് ഏൺഡ് മണി പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? തീർച്ചയായിട്ടും അത് ഇക്വിറ്റീസ് തന്നെയാണ്. അത് എന്നും നിലനിൽക്കുന്നതാണ്, എവർഗ്രീൻ ആണ്. അതിന്റെ റീസൺ അഗെയിൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ ഡയറക്റ്റ് ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെ ഓഹരികൾ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെയൊക്കെ ബിസി ഷെഡ്യൂളിൽ നമ്മളൊക്കെ ഓരോ ഫീൽഡിൽ ഡോക്ടേഴ്സ് ഉണ്ടാവാം, എഞ്ചിനീയേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് ഫീൽഡുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകാരുണ്ടാവാം. സോ ഈ ഒരു ബിസി ഷെഡ്യൂളിനിടയിലൊന്നും നമ്മൾക്ക് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഹ്യൂജ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു റിസർച്ച് സ്റ്റഡിയൊക്കെ നടത്തുവാനായിട്ടോ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെ ഹാർഡ് ഏൺ മണി വളരെ പ്രൂഡന്റ് ആയും പ്രൊആക്റ്റീവായും ഫണ്ട് മാനേജേഴ്സ് നോക്കിക്കൊള്ളും. അവരൊക്കെ ഇതിൻ്റെ അകത്ത് ഫുൾ ടൈം നിൽക്കുന്നവരാണ്, അക്കാഡമിക്കലി ഹൈലി ക്വാളിഫൈഡ് ആണ്, റിട്ടേൺസ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തോളും. സോ മ്യൂച്വൽ ഫണ്ട്സ് അൺഡൗട്ടഡ്ലി ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തന്നെയാണ്. നൗ റിസ്ക്. ഇക്വിറ്റി മാർക്കറ്റ് വോളറ്റൈൽ ആയിരിക്കും ഒബ്വിയസ്ലി. സോ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ റിട്ടേൺസും വളരെ ഹയർ ആവുന്നത്. ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് അല്ലെങ്കിൽ ഏത് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാലും നോർമലി എവറി 3 ഇയർ അല്ലെങ്കിൽ മാക്സിമം 4 ഇയർ തീർച്ചയായിട്ടും ഒരു ഹ്യൂജ് റാലി ഉണ്ടാവാറുണ്ട്. ആ റാലിയിലാണ് പ്രീവിയസ് ഇയറിലേക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം ക്യാച്ച് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെ ലോങ് ടേമിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യും എന്ന് നമുക്കൊരു ഇക്വിറ്റി സ്കീമിന്റെ ഒരു കഴിഞ്ഞ 25 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് നോക്കാം. അതിന്റെ ഒരു ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ കാണുന്നത് മണി കൺട്രോളിന്റെ വെബ്സൈറ്റ് ആണ്. ഇന്ത്യയിലുള്ള ഏത് മ്യൂച്വൽ ഫണ്ടിന്റെയും ഏത് സ്കീമിന്റെയും പെർഫോമൻസും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാവുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇവിടെ ഇപ്പോൾ കാണുന്ന HDFC ഇക്വിറ്റി ഫണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് HDFC മ്യൂച്വൽ ഫണ്ടിന്റെ വളരെ ഓൾഡ് ആയിട്ടുള്ള 1995 ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇക്വിറ്റി സ്കീമാണിത്. ഇപ്പോഴത്തെ കറണ്ട് NAV 4th ഡിസംബർ NAV എന്ന് പറയുന്നത് 684 റുപ്പീസ് ആണ് പെർ യൂണിറ്റ്. ഏതാണ്ട് 26 വർഷത്തിനടുത്ത് ട്രാക്ക് റെക്കോർഡ് ഉള്ള ഒരു ഇക്വിറ്റി, ഒരു മൾട്ടി ക്യാപ് ഫണ്ടാണ്. ഇത് കാണിക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ട്രാക്ക് റെക്കോർഡുള്ള ഈ ഒരു സ്കീം അല്ലെങ്കിൽ ഏതൊരു സ്കീമും എങ്ങനെ പെർഫോമൻസ് അല്ലെ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിന്റെ ഓൾ ടൈം ഗ്രാഫ് നോക്കാം. 1995 മുതലുള്ള ഗ്രാഫ്. ഇതും എല്ലാ മ്യൂച്വൽ ഫണ്ടും പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന 10 റുപ്പി പെർ യൂണിറ്റിനാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇവിടുത്തെ ഡേറ്റ് അതുപോലെ തന്നെ NAVയും ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തെ നിങ്ങൾക്ക് NAV മനസ്സിലാക്കാം ആ ഒരു ഡേറ്റിലും കറസ്പോണ്ടിങ് ഡേറ്റിലും. 1995 ജാനുവരി 1 ആണ് ഇതിന്റെ ഇൻസെപ്ഷൻ ഡേറ്റ്. ഈ പർട്ടിക്കുലർ സ്കീമിന്റെ അത് 10 റുപ്പീസ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നോക്കുക 99 വരെ ഇത് 10 റുപ്പിക്ക് മേളിൽ കാര്യമായിട്ട് പോയിട്ടില്ല. അതുപോലെ ഇൻഡിവിജ്വൽ അല്ല ഓരോ ഡേയിലെ പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ ഏതാണ്ട് 5 റുപ്പി വരെ ഇത് വന്നിട്ടുണ്ട്. ഇതിന്റെ NAV ഓർക്കുക 50% ആണ് ഡൗൺ. 95 ജാനുവരി സ്റ്റാർട്ട് ചെയ്ത ഒരു സ്കീം 99 വരെ ഏതാണ്ട് 5 വർഷം പൂർത്തിയാക്കിയപ്പോഴും ഇത് ഒരു റിട്ടേണും ഒരു ഇൻവെസ്റ്റർക്കും ഡെലിവറി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആരെങ്കിലും വൺ ടൈം ആയിട്ട് ലംസമായിട്ടൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തവർ തീർച്ചയായിട്ടും അവർ ഫ്രസ്ട്രേറ്റഡ് ആയി കാണും. ഡിഫറെന്റ് പോയിന്റ് ഓഫ് ടൈമിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എക്സിറ്റും ചെയ്ത് കാണും. പക്ഷേ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ലോങ് ടേമിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാത്തവരാണ് എന്ന് മാത്രമേ ഇവിടെ നമുക്ക് ഗ്രാഫിലൂടെ ഇനി ഉള്ള പീരീഡിലെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 99 ശേഷം ഇത് ഏതാണ്ട് 2000 ഇത് 22 വരെ നിങ്ങൾക്ക് പോയതായിട്ട് കാണാം. 22 അഥവാ 120% ആണ് പിന്നെ ഒരു വർഷം കൊണ്ട് ഇത് മൂവ് ചെയ്തത്.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇൻസെപ്ഷനിൽ ഇട്ടവർക്ക് തന്നെ ഹ്യൂജ് റിട്ടേൺ ആ ഒരു വർഷം കൂടെ എങ്കിലും വെയിറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ 6th ഇയറിലാണ് ശരിക്കും പറഞ്ഞാൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഇതിൻ്റെ 2008 ഏറ്റവും പീക്കിൽ ഇതാണ്ട് 221.85 വരെയാണ്ട്, അല്ലെങ്കിൽ 225 ഒക്കെ ആയിരിക്കാം ഇൻഡിവിജ്വൽ ഓരോ ഡേയിലെയും NAV എടുത്ത് നോക്കി പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 221 അല്ലെങ്കിൽ 224 വരെ പോയി. പക്ഷേ ആ ഒരു ഗ്ലോബൽ റിസഷന്റെ ഭാഗമായിട്ട് ഇവിടെയാണ് നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ടത് 100 താഴെ ഏതാണ്ട് 90 ലെവലിൽ വരെ ഇത് വന്നത്. ഏതാണ്ട് 55-56% ആണിത് ആ ഒരു പീക്കിൽ നിന്ന് ഏതാനും മാസങ്ങൾ കൊണ്ട് ഡ്രോപ്പ് ആയത്. പക്ഷെ ഇനിയാണ് അതിൻ്റെ അകത്ത് അത്ഭുതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ റിക്കവറി എത്രമാത്രം വേഗമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഈ 2008 പീക്കിൽ നിന്നും 2009 ഹെവി ഡ്രോപ്പായി, അതിനുശേഷം 2010 തന്നെ ഒരു വർഷത്തിനുള്ളിൽ ഈ 225 അല്ലെങ്കിൽ 221 എന്ന ഹൈ, പ്രീവിയസ് ഹൈ, റെക്കോർഡ് ഹൈയിൽ നിന്നും എല്ലാം കുതിച്ചുയർന്ന് ഇത് 310 വരെ പോവുകയും ചെയ്തു. ഇവിടെയാണ് നമ്മളുടെ ഹോൾഡിംഗ് പവർ അല്ലെങ്കിൽ പേഷ്യൻസ് ആണ് എൻ്റെ കീ എന്ന് പറയുന്നത്. പിന്നീടും ഇതിനകത്ത് പല വോളറ്റൈൽ പീരീഡും ഉണ്ടായിട്ടുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ്. ഇതൊരു 25 ഇയറിന്റെ ഗ്രാഫ് ആയതുകൊണ്ടാണ് വളരെ തിന്നായിട്ട് ഇത് കാണിക്കുന്നത്. ഇത് ഓരോ വർഷത്തെ അല്ലെങ്കിൽ 5 ഇയറോ അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ പീരീഡോ ഒക്കെ നമുക്ക് എടുക്കാം. അന്നേരത്തിന് അതിൻ്റെ അകത്ത് ആ വോളറ്റാലിറ്റി എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ ഈ ഒരു ഓവറോൾ ഗ്രാഫ് എടുക്കുമ്പോൾ ഇത് കാര്യമായിട്ടുള്ള ഒരു വലിയ ഫോൾ നമ്മൾ തോന്നത്തില്ല. പക്ഷേ ഈ 2008 2009 തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് 55-60% ഡ്രോപ്പായി. അതിനുശേഷം ഏറ്റവും പീക്ക് ഏതാണ്ട് എത്തിയത് ഈ 2019 ജൂലൈ പീരീഡിലാണ് 700 മേളിൽ പോയി. അതിനുശേഷം 2020 ഈ ഒരു മാർച്ചിൽ ഏപ്രിൽ പീരീഡിൽ ആ ഒരു കോവിഡിന്റെ ബാക്ക്ഡ്രോപ്പിൽ ഏതാണ്ട് 432 700 നിന്ന് 432 ആയിട്ട് വീണ്ടും അവിടെ എനിക്ക് തോന്നുന്നത് എത്രയാണ്, ഏകദേശം മേ ബി 40% 35% ഡ്രോപ്പായി. അവിടെ നിന്നാണ് വീണ്ടും ഇപ്പോൾ കറണ്ട് ഈ പറഞ്ഞ 4th ഡിസംബറിൽ 685 ലെവലിൽ നിൽക്കുന്നത്. സോ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോങ് ടേം ട്രാക്ക് റെക്കോർഡുള്ള 95 ഇൻസെപ്ഷൻ ഡേറ്റ് ഉള്ള ഈ ഒരു സ്കീം. ഇതൊരു ഹ്യൂജ് സ്കീമാണ്. ഏതാണ്ട് 20,000 കോടിയോളമാണ് ഈ സ്കീമിൽ മാത്രം HDFC മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ മണി മാനേജ് ചെയ്യുന്നത്. ഇതിന്റെ ഏതാണ്ട് സിൻസ് ഇൻസെപ്ഷൻ മുതലുള്ള കോമ്പൗണ്ടഡ് ആനുവലൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 17-18% ആണ് IRR റിട്ടേൺ എന്ന് പറയുന്നത്. സോ ഇതിനകത്തൊക്കെ ശരിക്കും നമ്മളുടെ HDFCയുടെ ഫാക്ട് ഷീറ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, തുടക്കത്തിൽ മുതൽ ഏതാണ്ട് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു SIP ഇൻവെസ്റ്റർ, SIP ക്ലയന്റ് ഏതാണ്ട് 7 കോടി രൂപയോളമാണ്, 35-40 ലക്ഷം രൂപയുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു ഓവർ എ പീരീഡ് ഓഫ് 25-26 ഇയേഴ്സ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, ടോട്ടൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അതിന്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 6.7 കോടി രൂപയോളമാണ്. അതാണ് ഹ്യൂജ് വെൽത്ത്. അതായത് 25 വർഷത്തെയാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് ഒരു അസറ്റ് ക്ലാസ് റിസ്കി ആണോ അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണോ, ഇതിന് രണ്ടിനും മറുപടിയാണ് ഈ ഒരു ഗ്രാഫ്. ഇത് മാത്രം കണ്ടാൽ മതി. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ 25 ഇയർ വേണമെന്നില്ല, 10 ഇയർ മുതലോ അല്ലെങ്കിൽ എത്ര പീരീഡിലുള്ള ഏത് ഫണ്ടിന്റെയും തീർച്ചയായിട്ടും ഈ ഗ്രാഫ് നിങ്ങൾക്ക് പരിശോധിക്കാം, പെർഫോമൻസ് പരിശോധിക്കാം. എല്ലാ സ്കീമുകളും ഒന്നും നല്ലതാണെന്ന് ഞാൻ പറയില്ല. ഇതിനകത്തൊക്കെ ഫണ്ട് സെലക്ട് ചെയ്യുന്നതിന് പല ക്രൈറ്റീരിയ ഉണ്ട്, അല്ലെങ്കിൽ മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു അഡ്വൈസർ ആയിട്ട് കൺസൾട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ഗ്രാഫിലൂടെ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ആയി എന്ന് കരുതുന്നു. സോ ഇക്വിറ്റി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ എൻട്രി അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പോയിന്റ് ലോകത്ത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ലോങ് ടേമിൽ അത് റിട്ടേൺസ് തന്നിട്ടേ ഉള്ളൂ. ഓർക്കുക, ടൈമിംഗ് ദ മാർക്കറ്റ് ഹാസ് ഓൾവേസ് ബീൻ ആൻ ഇഷ്യൂ. ടൈം ഇൻ ദ മാർക്കറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, അഥവാ നിങ്ങളുടെ ഹോൾഡിംഗ് പവർ. ഇക്വിറ്റി മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നാൽ അതൊരു ഡെയിലി ബ്രെഡ് ആൻഡ് ബട്ടർ അല്ല, അതൊരു വെൽത്ത് ക്രിയേഷന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. സോ പേഷ്യൻസ് ഈസ് ദ കീ, ഹോൾഡിംഗ് പവർ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഫൈനലി മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ SIP എന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി അത് മസ്റ്റാണ് എനിക്കും നിങ്ങൾക്കും. ഇത്രയും മനോഹരമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി വേറെ ഇല്ല, പീസ് ഓഫ് മൈൻഡോടുകൂടി വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക് യു. Please like, share and subscribe.